ഹലോ, അസ്സലാമലൈക്കും. ഇപ്പോൾ നമ്മളെ ക്രിസ്മസ് മന്ത് ഇതൊക്കെ അല്ലേ, ഡിസംബർ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡ് ആക്കാം. അപ്പം അതിനിതാ നമുക്ക് ക്രിസ്മസിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു പോത്ത് കറി പ്ലസ് വെള്ളപ്പം, പട്ടപ്പം, ഇതിനൊക്കെ കഴിക്കാം. ക്രിസ്മസിന് അന്ന് രാവിലെ ഒക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. ഒരു നമ്മളെ ഗ്രീൻ പീസ് കൂടി ചേർത്തിട്ടാട്ടോ, ബീഫ് ഗ്രീൻ പീസ് കറിയാണ്. ഇതാ കണ്ടോ, എന്താ അടിപൊളിയെന്ന് അറിയോ. ഞാൻ വെള്ളപ്പത്തിന് ഇതാ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇതാ നമ്മളെ പോത്തുകറിൻ്റെ കൂടെ നല്ല വട്ടയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല എന്താ പറയുക, സ്പോഞ്ച് പോലത്തെ വട്ടയപ്പാണ്, അതും വെള്ളപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അടിപൊളി കോമ്പിനേഷൻ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കും. ഇതാ നമ്മുടെ ബീഫ് ഗ്രീൻ പീസ് കറി അല്ലെ, സ്പെഷ്യൽ ബീഫ് സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു കുക്കർ വെച്ച് അതിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതാ അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണ് നമ്മളെ ഉലുവ ചേർത്ത് കൊടുക്കട്ടെ. ആ ഉലുവൻ്റെ കൂടെ തന്നെ കുറച്ച് ബേ ലീഫ്, പൂവ്, പട്ട, ഒരു ഏലക്ക ഒക്കെ ഉണ്ട്. കത്തിരി മതി കേട്ടോ. ഇതൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഞാനൊരു വലിയ സവാള നന്നായിട്ട് കട്ടി കുറച്ച് അരിഞ്ഞു വെച്ചാണ്, കുറച്ച് കരിവേപ്പില ഇതിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂണ് നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണേ. നന്നായി പേസ്റ്റ് ഒന്നായില്ല, ഒന്ന് ചതച്ചെടുത്താണേ. ഇതാ 1 ടേബിൾ സ്പൂൺ മതിട്ടോ, രണ്ടും കൂടെ തന്നെ ഒരു 2 എരിവുള്ള പച്ചമുളകും ഉണ്ട് മുറിച്ചത്, അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കും. ഇതാ നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെ ഒക്കെ ആ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അതായത് ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂണ്, പിന്നെ ഞാൻ 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ നമ്മളെ നോർമൽ മുളക് പൊടിയാണ് എടുത്തത്, പിന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടിയും, 500 ഗ്രാം ബീഫും, അതേപോലെ ഒരു 1/4 കപ്പ് ഗ്രീൻ പീസിനുള്ള അളവാട്ടോ നമ്മൾ ഈ കറി വെക്കുന്നത്. അപ്പം അതിനുള്ള കണക്കാട്ടോ ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പം ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഞാനിപ്പോൾ ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ എടുത്താണ്. വേണമെങ്കിൽ നമുക്ക് എരിവൊക്കെ നോക്കിയിട്ട് പിന്നെ വേണേൽ ചേർത്തി കൊടുക്കാം. ചെറിയ തീ വെച്ചിട്ട് പൊടി ചേർത്ത് കൊടുക്കാം, വല്ല പൊടി കരിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഈ ഉള്ളി മസാലേൻ്റെ കൂടെ ഈ പൊടി ഒന്നൊന്ന് വാറ്റി കൊടുക്കാം. ഇനി ഞാൻ എന്താ ഇതിലേക്ക് ബീഫ് 500 ഗ്രാം ബീഫാണേ. ഇത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്താണ്, എല്ലോട് കൂടിയതായിട്ട് എടുക്കുക, എന്നിട്ട് എല്ലില്ലാത്തതും എടുക്കുക. നന്നായി കേകി എടുത്താണ്. അപ്പം ഞാനിത് ചേർത്ത് കൊടുക്കട്ടെ. നമുക്ക് ഈ ബീഫും മസാലയും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിൽ വഴറ്റിയെടുക്കാം. ഇനിതാ ഞാൻ ഒരു തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്, ചെറുതായിട്ട് മുറിച്ചിട്ടാണ്. അതുപോലെ തന്നെ ഒരു ഇത്തിരി ചെറുനാരങ്ങ, ഇത്തിരി മതി കേട്ടോ, ഒരു 1/2 ടീസ്പൂണ് ചെറുനാരങ്ങ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കേ. ഉപ്പ് തീരെ ചേർത്തിട്ടില്ലല്ലോ, തക്കാളി പെട്ടെന്ന് അങ്ങ് ഉടഞ്ഞും കിട്ടും. ഇതൊക്കെ ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുത്തിട്ട് നമുക്ക് കുക്കർ അടിച്ചു വെക്കാം. ഇനി നമുക്കില്ലേ ഈ കുക്കർ അടിച്ച് വെച്ചിട്ട് ഒരു 4 വിസിലടിച്ചു കൊടുക്കാം കേട്ടോ. ചെറിയ ഇളയ ബീഫായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നല്ല മൂപ്പുള്ള ബീഫാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് വിസിൽ കൂട്ടി കൊടുക്കണം. ഞാനിപ്പോൾ വെള്ളം തീരെ ചേർത്തിട്ടില്ല, ഇതിൽ നിന്ന് തന്നെ ഇറങ്ങിയ വെള്ളമാണ്. അപ്പോൾ നല്ല വേവുള്ള ബീഫൊക്കെ ആണെങ്കിൽ ഇത്തിരി ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തോളൂ, ചൂടുവെള്ളം ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് അടിച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കട്ടെ. ഇതാ 4 വിസിൽ വന്ന് പ്രഷറൊക്കെ പോയി, നമുക്കൊന്ന് തുറന്ന് നോക്കാം. എന്താ അടിപൊളി, നല്ല കളറൊക്കെ ആയിട്ട് നന്നായിട്ട് വെന്ത്, ചെറിയ പീസായിരുന്നു, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്തുണ്ട് കേട്ടോ. ഇനി നമുക്ക് തീ ഒന്ന് ഓണാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഇതിലേക്കില്ലേ ഒരു 1/4 കപ്പ് നമ്മുടെ ഗ്രീൻ പീസ് ആണേ കുതിർത്തി ഞാൻ ആദ്യം ഒന്ന് വേവിച്ചെടുത്താണ്, ഒരു 3-4 വിസിലടിച്ചിട്ട്. എന്താണെന്നറിയോ, ഇത് നമുക്ക് ഇളയ ബീഫൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഇടാം. അഥവാ ഈ ഗ്രീൻ പീസ് വെന്ത് പോയാൽ ഉടഞ്ഞിട്ട് കറക്കി ഒരു ടേസ്റ്റും ഇല്ലാണ്ടാവും. അതുകൊണ്ട് വേറെ വേവിച്ചിടുന്നതാണ് നല്ലത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇതിലിട്ടിട്ടൊന്ന് തിളച്ച് കിട്ടിയാൽ മതി. വെന്തതാണല്ലോ ഓൾറെഡി.
വേണ്ട ഇതിലിട്ട് ഇനി ഇത് രണ്ടും കൂടെ ഒന്നൊന്ന് തിളച്ചാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതാ കണ്ടോ, നന്നായി തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കൊന്ന് വറവിട്ടെടുക്കാം, തേങ്ങാക്കൊത്തൊക്കെ ഇട്ട്. ഇത് ഇങ്ങനെ ആയാൽ തന്നെ നല്ല ടേസ്റ്റ് കേട്ടോ. ഇങ്ങനെ മതി, പക്ഷെ വറവിട്ടാൽ ഒന്നുകൂടി ഒരു ടേസ്റ്റാ. മല്ലിയിലയും നമ്മള് ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വറവിട്ടെടുക്കാം. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ വേണേൽ ചേർക്കട്ടോ, പക്ഷെ ഞാൻ ചേർക്കുന്നില്ല. ഇതന്നെ അടിപൊളിയാണ്, ചേർക്കണമെങ്കിൽ ചേർക്കും ചെയ്യാം, അതും ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതാ നമുക്കൊന്നിത് നമ്മുടെ കറി ഒന്ന് വറവിട്ടെടുക്കണം. അതിന് ഞാനൊരു 1.5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ചൂടാവാന്. അതിലേക്ക് ഇതാ ഒരിത്തിരി തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുകയാണേ. ഈ തേങ്ങാക്കൊത്ത് ഒന്നൊന്ന് കളറ് മാറി വരുന്ന സമയത്ത് നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതാ നമ്മളെ തേങ്ങ ഇതാ ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ ചെറിയ ഉള്ളി ഇത്തിരി എടുത്തിട്ടുണ്ട്, 2-3 ചുള, അതുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അപ്പം രണ്ടും കൂടി ഒന്നുകൂടി ഒന്ന് മൊരിഞ്ഞ് വരും. ഇനി നമുക്കിതാ ഒരിത്തിരി കരിവേപ്പിലയുണ്ട്, ഒരു ടേബിൾ സ്പൂണോളം മല്ലിയില, ഇത് രണ്ടും ഞാൻ ഈ ഉള്ളിൻ്റെ കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ. ഇനി ഇതാ ഞാൻ തീ ഓഫ് ചെയ്തിട്ടോ, നന്നായി മൊരിഞ്ഞ് വന്ന്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു നുള്ള് നമ്മളെ ഗരം മസാല ഇട്ട് കൊടുക്കുകയാണെ. അപ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് അന്നപ്പം തന്നെ ഞാൻ ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ. ആ കറി ഇവിടെ ഉണ്ട്, അതിലേക്ക് ഞാൻ നമ്മളെ വറവിട്ട് ഇത് ഒഴിച്ചു കൊടുക്കട്ടെ. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് സമയം അടിച്ചേക്കാം. ഇതിപ്പോ കണ്ടോ, കറി കുറവാണേ, നല്ല പരണ്ട് കുറച്ചുണ്ടാനും കറി. നിങ്ങൾക്ക് ചാറ് വേണമെങ്കിൽ ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ, ചുടുവെള്ളം ഒഴിക്കാം കേട്ടോ. ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഞാൻ തീരെ വെള്ളം ഒഴിച്ചിട്ടില്ലല്ലോ, അതാണ് ഇപ്പോൾ ഇങ്ങനെ നല്ല ടേസ്റ്റ് കേട്ടോ. നമ്മളെ വെള്ളപ്പത്തിനും അപ്പത്തിനും മറ്റേ വട്ടയപ്പൊക്കെ അല്ലേ, ക്രിസ്മസിന്റെ സീസണൊക്കെ അല്ലേ, വട്ടയപ്പത്തിനൊക്കെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് വെക്കണേ. ഇത് വറവിട്ട് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കണം കേട്ടോ, അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഫ്ലേവറൊക്കെ എന്നിട്ട് എടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഗ്രീൻ പീസിന്റെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.